Ramanuja Institute of Accounting. Your perfect career craftsman. Hi all. You are welcome to a new video of Ramanuja Institute of Accounting. ഇന്ന് നമ്മൾ ബേസിക് അക്കൗണ്ടിംഗ് ക്ലാസ് ആണ് ചെയ്യുന്നത്. അതിൽ എന്താണ് ക്യാഷ് ബുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അതാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. എന്താണ് ക്യാഷ് ബുക്ക്? A cash book is a record of all transactions relating to cash payments and cash receipts. എല്ലാ ക്യാഷ് പേയ്മെന്റും ക്യാഷ് റിസീപ്റ്റും റെക്കോർഡ് ചെയ്യുന്ന ഒരു ബുക്കാണ് ക്യാഷ് ബുക്ക്. ഏതൊരു ക്യാഷ് ബുക്കിനും സാധാരണ എല്ലാ ലെഡ്ജേഴ്സിനും ഉള്ളതുപോലെ രണ്ട് സൈഡ് ഉണ്ടാവും, ഡെബിറ്റ് സൈഡ് ആൻഡ് ക്രെഡിറ്റ് സൈഡ്. എല്ലാ ക്യാഷ് റിസീപ്റ്റും ഡെബിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്യുന്നു, എല്ലാ ക്യാഷ് പേയ്മെന്റും ക്രെഡിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്യുന്നു. സാധാരണയായി ക്യാഷ് ബുക്കുകൾ മന്ത്ലിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മന്ത് എൻഡിൽ ആ ഒരു ക്യാഷ് ബുക്ക് ക്ലോസ് ചെയ്യും. അവിടെ നമുക്ക് ലഭിക്കുന്ന ക്ലോസിംഗ് ബാലൻസ് നെക്സ്റ്റ് മന്തിലുള്ള ഓപ്പണിംഗ് ബാലൻസ് ആയിരിക്കും. പല തരത്തിലുള്ള ക്യാഷ് ബുക്ക് ഉണ്ട്. അതിലൊന്ന് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ഓർ സിമ്പിൾ ക്യാഷ് ബുക്ക്. പിന്നെ മറ്റൊന്ന് ഡബിൾ കോളം ക്യാഷ് ബുക്ക് ഓർ ക്യാഷ് ബുക്ക് വിത്ത് ബാങ്ക് കോളം. പിന്നെ ഒന്ന് പെറ്റി ക്യാഷ് ബുക്ക്. ഈ മൂന്ന് ടൈപ്പ് ക്യാഷ് ബുക്ക് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്താണെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ഓർ സിമ്പിൾ ക്യാഷ് ബുക്ക്. A cash book which contains one amount column on each side is called single column cash book. ഒരു ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും ഓരോ എമൗണ്ട് കോളം മാത്രമാണ് ഉള്ളതെങ്കിൽ അതെന്താണ്? സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാ ക്യാഷ് റിസീപ്റ്റും റെക്കോർഡ് ചെയ്യും, എല്ലാ ക്യാഷ് പേയ്മെന്റ്സും റെക്കോർഡ് ചെയ്യും. എല്ലാ ക്യാഷ് റിസീപ്റ്റും ക്യാഷ് പേയ്മെന്റും മാത്രമേ നമ്മൾ സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് റെക്കോർഡ് ഓഫ് ക്യാഷ് റിസീപ്റ്റ്സ് ആൻഡ് ക്യാഷ് പേയ്മെന്റ്സ്. അപ്പോൾ ഒരു ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ സിംഗിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഫോർമാറ്റ് എന്താണെന്ന് നോക്കാം. സാധാരണയായി ഏതൊരു ലെഡ്ജറിനും രണ്ട് സൈഡ് ഉണ്ടാവും, ഒരു ഡെബിറ്റ് സൈഡ് മറ്റൊന്ന് ക്രെഡിറ്റ് സൈഡ്. അപ്പോൾ ക്യാഷ് ബുക്കിന്റെ കേസിലും അങ്ങനെ തന്നെയാണ് വരുന്നത്. ഒരു ഡെബിറ്റ് സൈഡും ഉണ്ടാവും, ഒരു ക്രെഡിറ്റ് സൈഡും ഉണ്ടാവും. അപ്പോൾ ഡെബിറ്റ് സൈഡ് ഡേറ്റ്, ദെൻ റിസീപ്റ്റ്. എല്ലാ ക്യാഷ് റിസീപ്റ്റും നമ്മൾ ഡെബിറ്റ് സൈഡാണ് റെക്കോർഡ് ചെയ്യുന്നത്. അതിനുശേഷം റിസീപ്റ്റ് നമ്പർ. ക്യാഷ് റിസീവ് ചെയ്യുമ്പോൾ അവിടെ ഒരു റിസീപ്റ്റ് ഉണ്ടാവും. ആ റിസീപ്റ്റ് നമ്പർ നൽകാൻ വേണ്ടിയാണ് ഈ RN എന്ന് പറയുന്ന ഈ ഒരു കോളം യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് LF എന്താണ്? ലെഡ്ജർ ഫോളിയോ. നമ്മൾ ലെഡ്ജർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നതിന്റെ പേജ് നമ്പർ നൽകാനാണ് ഈ LF യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എമൗണ്ട് കോളം. ഇതുപോലെ തന്നെയാണ് ക്രെഡിറ്റ് സൈഡിൽ വരുന്നത്. ഡേറ്റ് കോളം, ദെൻ പേയ്മെന്റ്. ക്രെഡിറ്റ് സൈഡിൽ എന്താണ്? ക്യാഷ് പേയ്മെന്റ് ആണ് റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പേയ്മെന്റ് കോളമാണ് ഉള്ളത്. പിന്നെയോ നമ്മൾ ക്യാഷ് പേയ്മെന്റ് നൽകുമ്പോൾ വൗച്ചർ നമ്പർ എൻ്റർ ചെയ്യണം. അതിനു വേണ്ടിയാണ് ഇവിടെയുള്ള ഈ VN എന്ന ഈ ഒരു കോളം. VN വൗച്ചർ നമ്പർ. നെക്സ്റ്റ് ലെഡ്ജർ ഫോളിയോ, ദെൻ എമൗണ്ട് കോളം. അപ്പൊ എല്ലാ ക്യാഷ് റിസീപ്റ്റും നമ്മൾ ഡെബിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്യുന്നു, എല്ലാ ക്യാഷ് പേയ്മെന്റും ക്രെഡിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്യുന്നു. സാധാരണ എങ്ങനെയാണോ ലെഡ്ജർ ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടെയും ക്യാഷ് ബുക്ക് ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യണം. ആ ഒരു പർട്ടിക്കുലർ മന്തിലെ നമ്മളിപ്പോ ജാനുവരിയിലുള്ള ക്യാഷ് ബുക്കാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ജാനുവരി 31 ക്ലോസിംഗ് ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്യും. ആ ക്ലോസിംഗ് ബാലൻസ് ഫെബ്രുവരി നെക്സ്റ്റ് മന്തിലുള്ള ഓപ്പണിംഗ് ബാലൻസ് ആയിരിക്കും. അപ്പൊ എവിടെയാണോ ക്ലോസിംഗ് ബാലൻസ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ആയി റെക്കോർഡ് ചെയ്യണം. നമുക്കൊരു ക്യാഷ് ബുക്ക് ഇവിടെ പ്രിപ്പയർ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ട്രാൻസാക്ഷൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം ക്യാഷ് ബുക്കിന്റെ ഫോർമാറ്റ് വരയ്ക്കുക. അപ്പോൾ ഫസ്റ്റ് ട്രാൻസാക്ഷൻ 2020 January 1 ക്യാഷ് ഇൻ ഹാൻഡ് ₹40,000. ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞ് 40,000 ഒരു എമൗണ്ട് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെന്താണ്? ഓപ്പണിംഗ് ബാലൻസ് ആണ്. 2020 January 1 ആണ്. അപ്പോൾ 2019 December 31 ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്ന ഈ ക്യാഷ് ഇൻ ഹാൻഡ്. അത് January 1 എന്താണ്? ഓപ്പണിംഗ് ബാലൻസ് ആണ്. അപ്പോൾ ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡ്
ഡേറ്റ് കോളത്തിൽ ഡേറ്റ് നൽകുക 2020 ജാനുവരി 1. ഈ ഒരു ബാലൻസ് ഓപ്പണിംഗ് ബാലൻസ് ആണ്. ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ എങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത്? ബാലൻസ് ബ്രോട്ട് ഡൗൺ. അപ്പോൾ ഇവിടെ ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് എഴുതുക. അതിനുശേഷം എമൗണ്ട് കോളത്തിൽ എമൗണ്ട് നൽകുക. നമുക്ക് റെസിപ്റ്റ് നമ്പർ ഇല്ല, അതുപോലെ ലെഡ്ജർ ഫോളോ നമ്പർ ഒന്നും ലഭിച്ചിട്ടില്ല, അതുകൊണ്ട് അവിടെ ഒന്നും നൽകേണ്ടതില്ല. നെക്സ്റ്റ്, ജാനുവരി 3 ക്യാഷ് റിസീവ്ഡ് ഫ്രം അമർ ₹20,000. ക്യാഷ് റിസീവ് ചെയ്യുന്നു. അപ്പോൾ ക്യാഷ് റിസീപ്റ്റ് ആണ്. അഗൈൻ ഡെബിറ്റ് സൈഡ് ഡേറ്റ് കൊടുക്കുക 3. ദെൻ അമർ എമൗണ്ട് കോളത്തിൽ 20,000. നെക്സ്റ്റ്, ജാനുവരി 5 ഇൻഷുറൻസ് പെയ്ഡ് ₹8,000. ഇൻഷുറൻസ് നൽകുന്നു. അപ്പൊ അതെന്താണ്? ക്യാഷ് പേയ്മെന്റ് ആണ്. ക്രെഡിറ്റ് സൈഡ് 2020 ജാനുവരി 5 ഇൻഷുറൻസ് എമൗണ്ട് 8,000. നെക്സ്റ്റ്, ജാനുവരി 10 പർച്ചേസ്ഡ് ഫർണിച്ചർ ₹15,000. ഫർണിച്ചർ വാങ്ങിച്ചു. അപ്പോൾ ക്യാഷ് പേയ്മെന്റ് ആണ്. ക്യാഷ് പോകുന്നു. ക്രെഡിറ്റ് സൈഡ് ഡേറ്റ് കോളത്തിൽ ഡേറ്റ് നൽകുക. ദെൻ ഫർണിച്ചർ എമൗണ്ട് 15,000. നെക്സ്റ്റ്, ജാനുവരി 12 സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹30,000. ക്യാഷിന് ഗുഡ്സ് സെയിൽ ചെയ്യുന്നു. അപ്പൊ ക്യാഷ് റിസീപ്റ്റ് ആണ്. ഡെബിറ്റ് സൈഡ് ഡേറ്റ് നൽകുക 12. ദെൻ സെയിൽസ് എമൗണ്ട് 30,000. നെക്സ്റ്റ്, ജാനുവരി 18 പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം അർജുൻ ഫോർ ക്യാഷ് ₹18,000. ക്യാഷിന് ഗുഡ്സ് വാങ്ങിച്ചു. അർജുന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. ഫോർ ക്യാഷ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതെന്താണ്? ക്യാഷ് പേയ്മെന്റ് ആണ്. അപ്പോ ക്രെഡിറ്റ് സൈഡ് purchase ഡേറ്റ് നൽകുക 18th. ദെൻ purchase എമൗണ്ട് 18,000. നെക്സ്റ്റ്, 22nd പെയ്ഡ് സ്റ്റേഷനറി ₹800. അപ്പൊ അതെന്താണ്? ക്യാഷ് പേയ്മെന്റ് ആണ്. ക്രെഡിറ്റ് സൈഡ് 22nd ഡേറ്റ് നൽകുക. സ്റ്റേഷനറി എമൗണ്ട് 800. നെക്സ്റ്റ്, 25th ക്യാഷ് പെയ്ഡ് ടു രാധ ₹12,000. ക്യാഷ് നൽകി. അപ്പൊ അതെന്താണ്? ക്യാഷ് പേയ്മെന്റ് ആണ്. ക്രെഡിറ്റ് സൈഡ് ഡേറ്റ് 25th നൽകുക. രാധ എമൗണ്ട് 12,000. നെക്സ്റ്റ്, 26th സോൾഡ് ഗുഡ്സ് ടു തോമസ് ഫോർ ക്യാഷ് ₹18,500. തോമസിന് ഗുഡ്സ് സെയിൽ ചെയ്തു. ക്യാഷിനാണ്. അപ്പോൾ ക്യാഷ് റിസീപ്റ്റ് ആണ്. ഡെബിറ്റ് സൈഡ് ഡേറ്റ് 26th നൽകുക. അതിനുശേഷം സെയിൽസ് എമൗണ്ട് 18,500. നെക്സ്റ്റ്, 27th പെയ്ഡ് മന്ത്ലി റെന്റ് ₹6,000. മന്ത്ലി റെന്റ് നൽകി. അപ്പൊ അതെന്താണ്? ക്യാഷ് പേയ്മെന്റ് ആണ്. ക്രെഡിറ്റ് സൈഡ് ഡേറ്റ് 27th നൽകുക. റെന്റ് എമൗണ്ട് 6,000. നെക്സ്റ്റ്, 28th പെയ്ഡ് സാലറി ₹8,000. സാലറി നൽകി. അപ്പൊ അതെന്താണ്? ക്യാഷ് പേയ്മെന്റ് ആണ്. അപ്പോ ഡേറ്റ് നൽകുക. ദെൻ സാലറി എമൗണ്ട് 8,000. നെക്സ്റ്റ്, 30th ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് ₹10,000. ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പൊ അതെന്താണ്? ക്യാഷ് പേയ്മെന്റ് ആണ്. ക്രെഡിറ്റ് സൈഡ് ഡേറ്റ് 30th നൽകുക. ബാങ്ക് എമൗണ്ട് 10,000. അപ്പൊ ഇവിടെ എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ എൻ്റർ ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ഏത് സൈഡാണോ എമൗണ്ട് കൂടുതൽ വരുന്നത് ആ സൈഡ് ടോട്ടൽ ചെയ്യും. ഇവിടെ ഇപ്പോൾ ഡെബിറ്റ് സൈഡാണ് എമൗണ്ട് കൂടുതൽ വരുന്നത്. അപ്പൊ ഡെബിറ്റ് സൈഡ് നമുക്ക് ടോട്ടൽ ചെയ്യാം. അപ്പൊ ഇവിടെ ഡെബിറ്റ് സൈഡ് നമുക്ക് 1,08,500 ആണ് ലഭിച്ചിരിക്കുന്നത്. ഇനി എന്ത് വേണം? ആ സെയിം ടോട്ടല് ക്രെഡിറ്റ് സൈഡ് നൽകുക. എന്നിട്ട് ആ ടോട്ടലിൽ നിന്നും ക്രെഡിറ്റ് സൈഡിലുള്ള ഇവിടെ ലഭിച്ചിരിക്കുന്ന ഈ എമൗണ്ടിന്റെ ടോട്ടല് മൈനസ് ചെയ്ത് കിട്ടുന്ന ആൻസർ ഇവിടെ ബാലൻസ് ആയി നൽകുക. അവിടെ നമുക്ക് ജാനുവരി 31 ബാലൻസ് ക്യാരിഡ് ഡൗൺ C/D എമൗണ്ട് 30,700. അതിനുശേഷം എന്ത് വേണം? അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് വെച്ചാൽ ഡെബിറ്റ് സൈഡ് നെക്സ്റ്റ് മന്തിലെ ഓപ്പണിംഗ് ബാലൻസ് ആയി നൽകുക. അപ്പോൾ 1st ഫെബ്രുവരി ബാലൻസ് ബ്രോട്ട് ഡൗൺ എമൗണ്ട് നൽകുക 30,700. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. സാധാരണ എങ്ങനെയാണ് ഒരു ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ക്യാഷ് ബുക്ക് ഇവിടെ സിംഗിൾ കോളത്തിന്റെ കേസിൽ പ്രിപ്പയർ ചെയ്യുന്നത്. അത് ബാലൻസ് ചെയ്യുമ്പോൾ എന്താണ്? മന്ത് എൻഡിലാണ് ബാലൻസ് ചെയ്യുന്നത്. കറണ്ട് മന്തിലെ ക്ലോസിംഗ് ബാലൻസ് നെക്സ്റ്റ് മന്തിൽ എന്തായിരിക്കും? ഓപ്പണിംഗ് ബാലൻസ് ആയിരിക്കും.
അപ്പോൾ ക്യാഷ് ബുക്ക് എന്താണെന്ന് മനസ്സിലായല്ലോ. അതുപോലെ ഇവിടെ നമ്മൾ പഠിച്ചിരിക്കുന്നത് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നാണ്. അപ്പോൾ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാമെന്ന് മനസ്സിലായല്ലോ. സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.